വാർത്തകൾ തുടരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ശബരിമലയിലെ ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ താക്കീത്. ഇനി ആവർത്തിക്കരുതെന്ന് DGP രവാഡ ചന്ദ്രശേഖർ കർശന നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, ട്രാക്ടർ യാത്രയിൽ അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന് DGP, വിവരങ്ങൾ. ഈ മാസം 12-ാം തീയതിയാണ്, അതായത് ശബരിമല സന്നിധാനത്തെ നവഗ്രഹ ക്ഷേത്ര സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസത്തേക്ക് നട തുറന്നിരുന്നു. അന്ന് 12-ാം തീയതി വൈകുന്നേരമാണ് ട്രാക്ടറിൽ MR അജിത് കുമാർ ADGP അദ്ദേഹം ശബരിമല സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും പോയത്. ഒപ്പം 2 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ തരത്തിൽ വിവാദങ്ങൾ ഉയരുകയും വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ADGPക്കെതിരെ DGP തന്നെ ഒരു അന്വേഷണം നടത്തിയത്. തെളിവായി ട്രാക്ടറിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ഉൾപ്പെടെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് ട്രാക്ടറിൽ പോയത് ശരിയായ നടപടിയല്ല എന്നും അത്തരം നടപടി ആവർത്തിക്കരുതെന്നും കാണിച്ചാണ് താക്കീത് നൽകിയിരിക്കുന്നത്. ഒപ്പം ADGP MR അജിത് കുമാർ DGPയോട് സമ്മതിക്കുകയും ചെയ്തിട്ട് താൻ ട്രാക്ടറിലാണ് മുകളിലേക്ക് പോയതെന്നും ഒപ്പം 2 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു എന്നും പറയുന്നു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ബാഗുകൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് പോലീസിന്റെ തന്നെ ട്രാക്ടറിൽ താൻ സന്നിധാനത്തേക്ക് പോയതെന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഇത് ബന്ധപ്പെട്ട നടപടികൾക്കായിട്ട് ആഭ്യന്തര സെക്രട്ടറിക്കാണ് DGP ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നത് കഴിഞ്ഞ 2 വർഷമായി ശബരിമല സന്നിധാനത്തേക്ക് പോകുന്ന ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഹൈക്കോടതി തന്നെ ഏർപ്പെടുത്തിയിരുന്നത്. കാരണം അപകട സാധ്യത ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഈ ശബരിമല പാതയിൽ ഏർപ്പെടുത്തിയിരുന്നത്. ആ സമയത്തൊക്കെ തന്നെ ശബരിമലയിൽ കോർഡിനേഷൻ ചുമതല അല്ലെങ്കിൽ ശബരിമലയിൽ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഏകോപനത്തിന് ചുമതല ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് MR അജിത് കുമാർ. നന്നായി ശബരിമലയെ കുറിച്ച് അറിയാവുന്ന ഒരാളുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഒരു വീഴ്ചയായി കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരു താക്കീത് നൽകി തൽക്കാലം നടപടിയിൽ നിന്ന് പിന്മാറാനാണ് DGP തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിട്ട് വരും. ബിനോയ്, ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്, പ്രത്യേകിച്ച് ഇത്തരം നിയമം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരം യാത്ര ഒഴിവാക്കേണ്ട കാര്യമായിരുന്നുവെന്നും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നുമാണ് DGP ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയിലേക്ക് 2 പ്രധാനപ്പെട്ട റോഡുകളാണുള്ളത്. ഒന്ന് പരമ്പരാഗത പാത, അത് നീലിമല വഴി മരക്കൂട്ടം വഴി മുകളിലേക്ക് പോകുന്നതാണ്. രണ്ടാമത്തേതാണ് സ്വാമി അയ്യപ്പൻ റോഡ്. സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് സാധാരണഗതിയിൽ ശബരിമല സന്നിധാനത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നത്. നേരത്തെ കഴുതപ്പുറത്തായിരുന്നു സാധനങ്ങൾ കൊണ്ടുപോയതെങ്കിൽ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പിന്നീട് അത് ട്രാക്ടറുകളിലേക്ക് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് സാധനങ്ങൾ കയറ്റുന്നതിന് വേണ്ടിയും ഒപ്പം തിരിച്ചു താഴേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമേ ഈ ട്രാക്ടറുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ ഈ ട്രാക്ടറുകളിൽ ലോഡ് കൊണ്ടുപോകുന്ന പെട്ടി പോലുള്ള സ്ഥലങ്ങളിൽ കയറിയിരുന്നു കൊണ്ട് 1500 മുതൽ 2000 രൂപ നൽകി പമ്പയിൽ നിന്നും സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്കുമൊക്കെ യാത്ര ചെയ്യുന്നൊരു പതിവ് ഉണ്ടായിരുന്നു. ഇത് വലിയ തരത്തിൽ വിവാദമാവുകയും തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് ഇത് തൽക്കാലം ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. യാതൊരു കാരണവശാലും ആരെയും ട്രാക്ടറിൽ കൊണ്ടുപോവുകയോ തിരിച്ചു കൊണ്ടുവരികയോ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ ചുമതല ഇതിന്റെ നടത്തിപ്പിന്റെ ചുമതല പോലീസിനാണ്. അത്തരത്തിൽ പോലീസ് മേൽനോട്ടം വഹിക്കുന്ന ഒരു കാര്യത്തിൽ ആണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നതാണ് DGPയുടെ കണ്ടെത്തൽ. എന്തായാലും ADGPക്ക് താക്കീത് ഉൾപ്പെടെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ നന്നായി അറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് DGP നോക്കിക്കാണുന്നത്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകുന്നത്. ശരി, ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.